എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതുന്നതിന് മുന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ എക്സാം സ്ട്രക്ചർ. എക്സാമിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കണം. അതായത് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്തിരിക്കണം, എക്സാമിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി വെച്ചിരിക്കണം. അതായത് എക്സാമിന്റെ സ്റ്റേജസ്, എക്സാമിന്റെ പാറ്റേൺ, ഇതൊക്കെ എന്താണ് നമുക്ക് നല്ല രീതിക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ എക്സാം പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് ഇത് അണ്ടർസ്റ്റാൻഡ് ദ എക്സാം സ്ട്രക്ചർ. എക്സാമിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. ഇപ്പൊ UPSC CSCക്ക് എത്ര സ്റ്റേജസ് ആണുള്ളത്? 3 സ്റ്റേജസ് ആണ് ഉള്ളത്. 3 സ്റ്റേജസ് ആയിട്ടാണ് ഈ ഒരു എക്സാം നടത്തപ്പെടുന്നത്. ആദ്യത്തെ സ്റ്റേജ് ഏതാണ്? പ്രിലിംസ് ആണ്. രണ്ടാമത് മെയിൻസ്, മൂന്നാമതായിട്ട് ഇന്റർവ്യൂ. പ്രിലിംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. മെയിൻസോ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. പിന്നെ വരുന്നത് മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഇത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പിന്നെ എക്സാമിന്റെ പാറ്റേൺ, അതായത് പ്രിലിംസിലാണെങ്കിൽ എത്ര പേപ്പേഴ്സ് ഉണ്ട്, മെയിൻസിൽ എത്ര പേപ്പേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം. അപ്പം ആദ്യത്തെ കാര്യം ഏതാണ്? അണ്ടർസ്റ്റാൻഡ് ദ എക്സാം സ്ട്രക്ചർ. രണ്ടാമത്തേത് സിലബസ് ഈസ് യുവർ ബൈബിൾ. എന്താണ്? സിലബസിനെ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യാവുള്ളൂ, പ്രിപ്പറേഷൻ നടത്താവുള്ളൂ. എന്താണ്? നമ്മൾ പഠിക്കുന്നതിന് മുന്നേ തന്നെ സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എന്ത് ചെയ്തിരിക്കണം, ടേബിളിൽ വെച്ചിരിക്കണം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പകർത്തി എഴുതുക എന്നുള്ളതാണ്. നമ്മൾ എഴുതുമ്പോൾ തന്നെ അത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ്, സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് സ്റ്റഡി ടേബിളിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. പിന്നെ എന്താണ്, സിലബസിനെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സിലബസ് എന്താണ്, ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്യുക. അപ്പം രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ്? സിലബസ് ഈസ് യുവർ ബൈബിൾ. ഇനി മൂന്നാമത്തേതാണ് കൺസിസ്റ്റൻസി. അതായത് ഇപ്പൊ ഒരു ദിവസം 12 മണിക്കൂർ പഠിച്ചു, അല്ല ഒരു 14 മണിക്കൂർ പഠിച്ചു, ഒരു 2 ദിവസത്തേക്ക് പിന്നെ പഠിച്ചില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു 6 to 9 മണിക്കൂറെ പഠിച്ചില്ലെങ്കിലും ഓക്കെ, പക്ഷെ എന്തായിരിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോകണം. ഓക്കെ, അപ്പൊ എന്താണ്, കൺസിസ്റ്റൻസി ഈസ് എ കീ. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോവുക. ഇപ്പൊ ഒരു ദിവസം ഒരു 12 മണിക്കൂർ പഠിച്ചു, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 20 മണിക്കൂർ പഠിച്ചു, അങ്ങനെയല്ല. 20 മണിക്കൂർ പഠിക്കാൻ പറ്റില്ല, പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതിന് പകരം എന്താണ് ചെയ്യേണ്ടത്, 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 9 മണിക്കൂറൊക്കെ പഠിക്കുന്നുള്ളെങ്കിലും ഓക്കെ, പക്ഷെ എന്താണ്, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. അതായത് എല്ലാ ദിവസവും 6 മണിക്കൂർ അല്ലെങ്കിൽ എല്ലാ ദിവസവും 8 മണിക്കൂർ എന്ത് ചെയ്യണം, പഠിച്ച് പോവുക. അങ്ങനെ ഒരു ഹാബിറ്റ് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സോഴ്സ് ഷുഡ് ബി മിനിമൽ. അതായത് ഇപ്പൊ നമ്മൾ പൊളിറ്റി പഠിച്ചു. പൊളിറ്റി പഠിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതാണ്? ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന M ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്താണ്, മാർക്കറ്റിൽ ആ ഒരു ടെക്സ്റ്റ് മാത്രമാണ് പൊളിറ്റിക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്? അല്ല, ഒത്തിരി ടെക്സ്റ്റുകളുണ്ട്. അപ്പൊ ഇതെല്ലാം വാങ്ങി വെക്കുക എന്നുള്ളതിന് എന്താണ് ചെയ്യേണ്ടത്, ഒരൊറ്റ ടെക്സ്റ്റ് വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റിക്ക് ടു 1 സ്റ്റാൻഡേർഡ് ബുക്ക് പെർ സബ്ജക്ട്. ഓരോ സബ്ജക്റ്റിനും എന്താണ്, ഓരോ സ്റ്റാൻഡേർഡ് ബുക്സ് വീതം പഠിക്കുക. ഒത്തിരി സ്റ്റാൻഡേർഡ് ബുക്സ് വാങ്ങിയിട്ട് ഇപ്പം എന്താ പറയാ, ഹിസ്റ്ററിക്കാണെങ്കിലും 2, 3 സ്റ്റാൻഡേർഡ് ബുക്സ് വാങ്ങിയിട്ട് ഹിസ്റ്ററി പഠിക്കേണ്ട കാര്യമില്ല. എന്താണ്, ഒരു ബുക്കിൽ നിന്ന് പഠിച്ചാൽ മതി. അപ്പൊ എന്താണ്, നമ്മുടെ സോഴ്സസ് മിനിമൽ ആയിരിക്കണം. പിന്നെ ഓക്കെ, NCERTs പഠിക്കണം, സ്റ്റാൻഡേർഡ് ബുക്സ് പഠിക്കണം, പിന്നെ എന്ത് ചെയ്യണം, ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കണം, റിവിഷൻ നടത്തണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, റിവിഷനെ കുറിച്ച് വീണ്ടും പറയാം എന്നാലും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, സോഴ്സ് എന്തായിരിക്കണം, മിനിമൽ ആയിരിക്കണം. ഓരോ സബ്ജക്റ്റിനും ഓരോ സ്റ്റാൻഡേർഡ് ബുക്സ് വീതം. ഇനി അടുത്തതാണ് ടെസ്റ്റ് സീരീസ് ആൻഡ് റിവിഷൻ ആർ ഗെയിം ചേഞ്ചേഴ്സ്. എന്താണ്, ടെസ്റ്റ് സീരീസും റിവിഷൻസും. അതുപോലെ തന്നെ എന്താണ്, പ്രോപ്പർ ആയിട്ട് റിവിഷൻസ് ഉണ്ടായിരിക്കണം. ഒരു 5 or 6 റിവിഷൻ എന്ത് ചെയ്യണതിരിക്കണം, എക്സാമിന് മുന്നേ നടത്തിയിരിക്കണം. MCQs പ്രാക്ടീസ് ചെയ്യണം. അതായത് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയ ഒരു 3 or 4 ആഴ്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യുക, MCQs പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ എന്താണ്, നമുക്ക് എക്സാമിനെ കുറിച്ച് ഒരു കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് തരും. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അതായത് MCQs അല്ലെങ്കിൽ മോക്കൊക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ. എന്താണ്, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് ആ ഒരു കാര്യം എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, അത് തിരുത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് വേണം ടെസ്റ്റ് സീരീസും MCQs ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട്. പിന്നെ റിവിഷൻ, അതായത് ഡെയിലി റിവിഷൻ ഉണ്ടാവണം.
ഒരു വീക്ക്ലി റിവിഷൻ ഉണ്ടാവണം, മന്ത്ലി റിവിഷൻ ഉണ്ടാവണം. പിന്നെ എന്താണ്, എക്സാമിന് മുന്നേ ഒരു രണ്ടോ മൂന്നോ റിവിഷനും കൂടി നടത്തണം. അപ്പൊ എന്താണ്, നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തു, പക്ഷെ റിവിഷൻ നടത്തിയില്ല, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല, നമുക്ക് എക്സാം ഒരിക്കലും പാസ്സാവാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ എന്താണ്, മാക്സിമം റിവിഷൻസ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഇത്രയും 5 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടെ നമുക്ക് പറയാം ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം. 5 കാര്യങ്ങൾ, എക്സാമിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ. ഒന്നാമതായിട്ട്, അണ്ടർസ്റ്റാൻഡ് ദ എക്സാം സ്ട്രക്ചർ മനസ്സിലാക്കി വെച്ചിരിക്കുക. രണ്ടാമതായിട്ട്, സിലബസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്തുണ്ടായിരിക്കുക, ഒരു പ്രിന്റ് ഔട്ട് ഉണ്ടായിരിക്കുക. സിലബസിന്റെ പ്രിന്റ് ഔട്ട് സ്റ്റഡി ടേബിളിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ലൈൻ ബൈ ലൈൻ എന്താണ്, സിലബസ് വായിച്ച് നോക്കുക. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ഹാബിറ്റ് എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. പിന്നെ അടുത്തതാണ്, സോഴ്സ് ഷുഡ് ബി മിനിമൽ. അതായത് മിനിമൽ ആയിട്ട് ഒരു സബ്ജക്റ്റിന് ഒരു സ്റ്റാൻഡേർഡ് ബുക്ക്, ആ ഒരു രീതിയിൽ പഠിക്കുക. പിന്നെ എന്താണ്, ടെസ്റ്റ് സീരീസും റിവിഷനും. ഓക്കെ, പിന്നെ ഒരു കാര്യമാണ്, നിങ്ങൾ തന്നെ എന്തുണ്ടായിരിക്കണം, നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. പലരും പറയും എക്സാം ഭയങ്കര പാടാണ്, നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയും. പക്ഷെ എന്താണ്, നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ആദ്യം വേണ്ടത് എന്താണ്, എനിക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നൊരു മൈൻഡ് സെറ്റ് ആണ്. അത് എപ്പോഴും എന്ത് ചെയ്യുക, ഉണ്ടായിരിക്കുക. ആരെങ്കിലും എന്താ പറയാ, ഈ ഒരു എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറയുവാണെങ്കിൽ എന്ത് ചെയ്യുക, അവര് പറയുന്നത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, നമുക്കറിയാം നമുക്ക് ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോവുക. ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നോട്ട്സ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ CSATന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താലും മതിയാവും. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.